നമ്മളെ മധുരമ്പാഴത്തുനിന്ന് കുറച്ച് അമ്പാഴം പറിച്ചെടുക്കുക. അപ്പൊ ഇതാ കുറേ നല്ല അടിപൊളിയായിട്ടുള്ള അമ്പാഴം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി നല്ല വലുപ്പത്തിലുള്ള അമ്പാഴം കേട്ടോ. ഇതാ ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം റൗണ്ട് ഷേപ്പാ അല്ലേ? ഒരു ഓവൽ ഷേപ്പിൽ വരലുണ്ട്, റൗണ്ട് ഷേപ്പിലുണ്ട്. ഇത് പ്രാവശ്യം കൂടുതലും റൗണ്ട് ആയിട്ടാണുള്ളത്. അത് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിപ്പം അച്ചാറിടാൻ ഒന്നുമില്ല, അച്ചാറുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങ ആയി വരുന്നേ ഉള്ളൂ. കണ്ണിമാങ്ങയൊക്കെ ഇടാൻ അടുത്ത ആഴ്ച മുതൽ കണ്ണിമാങ്ങയൊക്കെ പറിക്കണം. അപ്പൊ അതിന്റെ ഇടയ്ക്കായിട്ട് ഒന്ന് അച്ചാറിടാൻ നമുക്ക് എന്തെങ്കിലും അമ്പാഴം എടുക്കാം. അരിനെല്ലിക്കൊക്കെ ആവുന്നേ ഉള്ളൂ. നമുക്ക് ഓരോ കൊലകളായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. അത് അടിപൊളി അമ്പാഴം. ഇനി അങ്ങോട്ടെല്ലാം ആവും കേട്ടോ. നമുക്കിനി ആദ്യം പറിക്കാനുള്ളത് കണ്ണിമാങ്ങയാണ്. കണ്ണിമാങ്ങ പറിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി അമ്പഴം. പിന്നെ മാങ്ങകൾ വലിയ മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപ്പിലിടാനും അച്ചാറിടാനൊക്കെ കിട്ടും. ഇത് ചെറിയ മരം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്ന് കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതല്ലേ. പിന്നെ ഇത് മൂത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് മധുരം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിതിനെ സ്വീറ്റ് അമ്പായം എന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്താ ചിലർക്കൊന്നും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല, എന്തൊരു മധുരമായി കഴിഞ്ഞാൽ. അപ്പോൾ പുളി ഉണ്ടാവും ഈ ഒരു സമയത്താണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഈ ഒരു റേഞ്ചിലൊക്കെ എടുത്തിട്ട് ഇത് ഉപയോഗിച്ച് അച്ചാറും ഉപ്പിലൊക്കെ ഇടാനാണ് ഏറ്റവും നല്ലത്. ഇവിടെയൊക്കെ ഉണ്ട്, ഉണ്ടല്ലേ. പ്രാവശ്യം എന്താ അറിയില്ല, ഒക്കെ ഏകദേശം ഒരേ റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കൂടുതൽ ചെറുതും കുറേ വലുതൊക്കെ തന്നെ ഉണ്ടാവില്ല കേട്ടോ. നല്ല മൂപ്പായി കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ നിറം ഇതുപോലെ വരും കേട്ടോ. ഈ ഒരു സമയത്താണ് ഇതിന് ചെറുതായിട്ട് മധുരം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിന് സ്വീറ്റ് അമ്പായം എന്നൊക്കെ പറയുന്നത്. ഉണ്ടല്ലേ. അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ വട്ടവും കായകളൊക്കെ പറിച്ചെടുക്കുമ്പം ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതാ ഇവിടെ ഇതുപോലെ ഉണക്ക് വരും. ഇപ്പം നമ്മൾ എന്തായാലും ഒന്ന് കായകളൊക്കെ പറിച്ചുകൊണ്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ പുതിയ തളിര് ഇതുപോലെ വന്നിട്ട് പെട്ടെന്ന് തന്നെ കായകളും ഉണ്ടാവും, മരത്തിന് ഉണക്കും കുറയും. അപ്പം അമ്പായം ചെയ്യുന്നവരൊക്കെ ആ കാര്യം ഒന്ന് എന്തായാലും ശ്രദ്ധിക്കണേ. ഇതൊരു ഓൾ സീസൺ ആയതുകൊണ്ട് തന്നെ കണ്ടോ ഇഷ്ടം പോലെ പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ബാച്ച് ഇതവിടെ ചെറിയ ബാച്ച് ഉണ്ട് കേട്ടോ. ഇതവിടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ടല്ലേ. അങ്ങനെ ഫുൾ ടൈം ആയിട്ട് ഇത് ഉണ്ടാവും. ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടാവും. ഈ ഭാഗത്തൊക്കെ ഉണ്ട്. നമ്മളെ മിറാക്കിൾ ഫ്രൂട്ട് ഇതാ ഇതിൻ്റെ തൊട്ടടുത്തുണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ബിയമ്മോളും എല്ലാവരും എന്ത് ചെയ്യും, ഈ ഒരു സമയത്ത് ചെറിയ പുളിപ്പുണ്ടാവും. അപ്പോൾ പുളി ഉള്ളത് കൊണ്ട് തന്നെ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് വേഗം കഴിക്കുക അമ്പഴാണ്. അപ്പോൾ നോമ്പായതുകൊണ്ടാണ് ഇപ്പോൾ ആരും കഴിക്കാത്തത്. അതുകൊണ്ട് ഇതാ കുറച്ചൊക്കെ ഇതിലുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മറ്റമ്പായം പോലെ നാര് വെക്കൂല കണ്ടോ. നമ്മൾ മാങ്ങയൊക്കെ കണ്ണിമാങ്ങയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് അപ്പുറത്ത് മാങ്ങയൊക്കെ ഇതാക്കുന്ന പോലെ കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും. നാരോ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെത്തിയിടാനും ഉപ്പിലിടാനും, ചെത്തിയിട്ട് അരിഞ്ഞിട്ടിട്ടൊക്കെ നമുക്ക് അച്ചാറിടാം. അതുപോലെ ഉപ്പിലിട്ടാലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതാ ഇത്രയും അമ്പാഴം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, മാങ്ങയൊക്കെ ആകുന്നവരെ അച്ചാറിടാൻ ഇത് തന്നെ ധാരാളമാണ്.